അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുത്തിട്ടുള്ളത്? തീർച്ചയായും അള്ളാഹുവിനും അവൻ്റെ റസൂലിനുമാണ് ഒന്നാം സ്ഥാനം, അല്ലേ? എന്നാൽ ആ സ്നേഹത്തിൻ്റെ വലയത്തിൽ തന്നെ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ചില ആളുകളുണ്ട്. അവരെയാണ് നമ്മൾ ഔലിയാക്കൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവരെ സ്നേഹിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാകുന്നത് എങ്ങനെയാണെന്ന് നമുക്കിന്ന് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണിത്, ഔലിയാക്കൾ. അപ്പോൾ ശരിക്കും ആരാണിവർ? വെറുമൊരു പുണ്യാത്മാക്കൾ എന്നതിനപ്പുറം എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയേറെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത്? എന്തിനാണ് നമ്മൾ അവരെ സ്നേഹിക്കേണ്ടത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ചൊന്നിറങ്ങിച്ചെല്ലാം. നമ്മുടെ ഈ ഒരു ചെറിയ യാത്രയിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ആരാണ് ഈ ഔലിയാക്കൾ എന്നാണ്. അത് കഴിഞ്ഞാൽ അവരോട് ശത്രുത വയ്ക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന വളരെ ഗൗരവമേറിയൊരു മുന്നറിയിപ്പുണ്ട്. അത് നമ്മൾ ശരിക്കുമൊന്ന് ചിന്തിപ്പിക്കും. പിന്നെ ആ ഭയത്തിൽ നിന്ന് നമ്മൾ സ്നേഹത്തിലേക്ക് വരും. അവരെ സ്നേഹിക്കുന്നവർക്കുള്ള മഹത്തായ പ്രതിഫലം എന്താണെന്ന് നോക്കും. ആ സ്നേഹം എങ്ങനെയാണ് ജീവിതത്തിൽ കൊണ്ടുവരേണ്ടെന്ന് പഠിച്ചതിനു ശേഷം അവസാനം അത് നമ്മുടെ ആത്മാവിന് നൽകുന്ന വെളിച്ചത്തെക്കുറിച്ച് സംസാരിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം, ആരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ? പലർക്കും ഇതിനെപ്പറ്റി പല അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ നമുക്ക് ഊഹാപോഹങ്ങളൊന്നും വേണ്ട. ഈ ചോദ്യത്തിന് ഏറ്റവും കൃത്യവും ആധികാരികവുമായ ഉത്തരം എവിടെയാണോ ഉള്ളത്, നമുക്ക് അങ്ങോട്ട് തന്നെ നേരിട്ട് പോകാം, സാക്ഷാൽ വിശുദ്ധ ഖുർആനിലേക്ക്. സൂറത്ത് യൂനുസിലേക്ക് വരുമ്പോൾ അള്ളാഹു തന്നെ നേരിട്ട് വളരെ മനോഹരമായ വാക്കുകളിലൂടെ അവൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് കാണാം. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടു നോക്കൂ. ആ വാക്കുകളുടെ ഒരു ആഴം നോക്കിക്കേ. ഒരു ഭയവുമില്ല, ദുഃഖിക്കേണ്ടിയും വരില്ല. എന്നുവെച്ചാലെന്താ? ഭാവിയെക്കുറിച്ചുള്ള ടെൻഷനോ കഴിഞ്ഞുപോയതിനെക്കുറിച്ചുള്ള സങ്കടമോ ഒന്നും അവരെ ബാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാ? കാരണം അവരുടെ ഹൃദയം അള്ളാഹുവിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടതാണ്. അതിനു വേണ്ടത് രണ്ട് കാര്യങ്ങളാണെന്ന് ഖുർആൻ പറയുന്നു. ഒന്ന്, പരിപൂർണമായ വിശ്വാസം. രണ്ട്, ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലുമുള്ള ദൈവബോധം, അതായത് തഖ്വ. അപ്പോൾ ഇതാണ് ഔലിയാക്കളുടെ ഏറ്റവും ലളിതമായ നിർവചനം: ഈമാനും തഖ്വയും. അതായത് വിശ്വാസം ഹൃദയത്തിൽ ഉറക്കുകയും ആ വിശ്വാസം ജീവിതത്തിലെ പ്രവൃത്തികളിൽ തഖ്വയായി മാറുകയും ചെയ്യുമ്പോൾ അവിടെയാണ് ഒരാൾ അള്ളാഹുവിൻ്റെ വലിയ അഥവാ പ്രിയപ്പെട്ടവനായി മാറുന്നത്. ഇതൊരു സ്ഥാനപ്പേരല്ല, മറിച്ച് അതൊരു ജീവിത രീതിയാണ്. ഓക്കെ, അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാരാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അവരോട് ആരെങ്കിലും ശത്രുത കാണിച്ചാലോ? ഇതിനെക്കുറിച്ച് അള്ളാഹു ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതൊരു സാധാരണ മുന്നറിയിപ്പല്ല, കാരണം ഇത് വരുന്നത് ഒരു ഹദീസ് ഖുദ്സിയിൽ നിന്നാണ്. അതായത് പ്രവാചകന്റെ നാവിലൂടെ അള്ളാഹു നേരിട്ട് നമ്മളോട് സംസാരിക്കുകയാണ്. ഈ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. അള്ളാഹു നേരിട്ട് പറയുകയാണ്, എന്റെ ഏതെങ്കിലും ഒരു വലിയനോട് ആരെങ്കിലും ശത്രുത പുലർത്തിയാൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതിനേക്കാൾ ഗൗരവമേറിയ ഒരു താക്കീത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചവൻ ഒരു ചെറിയ മനുഷ്യനോട് പറയുകയാണ്, ഞാൻ നിന്നോട് യുദ്ധത്തിലാണ് എന്ന്. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ വെറുക്കുന്നത് എത്ര വലിയ അപകടമാണല്ലേ! ഈ ഒരൊറ്റ വാചകം മതി നമുക്ക് മനസ്സിലാക്കാൻ. ഈ ചോദ്യം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം. പ്രപഞ്ചനാഥനായ അള്ളാഹുവിനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ നമ്മുടെ മുന്നിൽ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നുകിൽ അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചവരുടെ കൂട്ടത്തിൽപ്പെടുക, അല്ലെങ്കിൽ അവൻ സ്നേഹിക്കുന്ന ഔലിയാക്കളെ സ്നേഹിച്ച് അവന്റെ സംരക്ഷണ വലയത്തിൽ അഭയം തേടുക. തീർച്ചയായും ബുദ്ധിയുള്ളവർ രണ്ടാമത്തെ വഴിയെ തിരഞ്ഞെടുക്കും. ശരി, ആ ഭയത്തിന്റെ താഴ്വരയിൽ നിന്ന് നമുക്കിനി സ്നേഹത്തിന്റെ വെളിച്ചത്തിലേക്ക് വരാം. ശത്രുതയുടെ ഭവിഷ്യത്ത് നമ്മൾ കണ്ടു. എന്നാൽ അവരെ സ്നേഹിച്ചാലോ? അതിന് അള്ളാഹു തയ്യാറാക്കി വച്ചിരിക്കുന്ന പ്രതിഫലം നമ്മുടെയൊക്കെ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ്. പരലോകത്ത് നമ്മൾ ആരുടെ കൂടെ ആയിരിക്കും എന്നതിനെപ്പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിനുള്ള ഉത്തരമാണ് പ്രവാചകന്റെ ഈ വാക്കുകൾ. ഈ ലോകത്ത് ഒരാൾ ആരെയാണോ സ്നേഹിക്കുന്നത്, പരലോകത്തവൻ അവരുടെ കൂടെയായിരിക്കും. എത്ര സിമ്പിളാണ്, പക്ഷേ എത്ര ആഴമുള്ളൊരു തത്വമാണിത്. ഇതിന്റെ അർത്ഥമെന്താണോ? ഈ ദുനിയാവിൽ നിങ്ങളുടെ ഹൃദയം ആർക്കുവേണ്ടിയാണോ മിടിക്കുന്നത്, അവരായിരിക്കും പരലോകത്ത് നിങ്ങളുടെ കൂട്ടുകാർ. നമ്മൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ, സ്വാലിഹീങ്ങളെ സ്നേഹിച്ചാൽ സ്വർഗ്ഗത്തിൽ അവരുടെ കൂടെ ഒരുമിച്ചിരിക്കാൻ ഒരു പക്ഷേ അള്ളാഹു നമുക്ക് അവസരം തന്നേക്കാം. ഇതിലും വലിയൊരു ഭാഗ്യം വേറെ ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഈ സ്നേഹം വെറുതെ മനസ്സിൽ വെച്ചാൽ മതിയോ? പോരാ. യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് വെറുമൊരു ഫീലിംഗ് അല്ല, അതൊരു പ്രവൃത്തിയാണ്, ഒരു ജീവിത രീതിയാണ്. അപ്പോൾ ഔലിയാക്കളോടുള്ള നമ്മുടെ ഈ സ്നേഹം എങ്ങനെയാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്? നമുക്ക് നോക്കാം. യഥാർത്ഥ സ്നേഹത്തിന് 3 വഴികളുണ്ടെന്ന് പറയാം. ഒന്ന്, ദിക്ർ. അവരെങ്ങനെയാണോ എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരുന്നത്, അതുപോലെ നമ്മുടെ ജീവിതത്തിലും അള്ളാഹുവിൻ്റെ ഓർമ്മ കൊണ്ടുവരിക. 2, സുന്നത്ത്.
അവർ പ്രവാചകന്റെ ചര്യകളെ എത്രമാത്രം മുറുകെ പിടിച്ചോ അത്രത്തോളം നമ്മളും അത് പിന്തുടരാൻ ശ്രമിക്കുക. ഈ രണ്ടും ചെയ്യുമ്പോൾ മൂന്നാമത്തെ കാര്യം തനിയെ വരും. നമ്മളവരെ കാണുമ്പോഴോ അവരെ ഓർക്കുമ്പോഴോ നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടിയെത്തുന്നത് അള്ളാഹുവിന്റെ ഓർമ്മയായിരിക്കും. അതാണ് യഥാർത്ഥ സ്നേഹത്തിന്റെ അടയാളം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണോ കണ്ടത്? ഔലിയാക്കൾ ആരാണെന്നും അവരെ വെറുത്താലുള്ള അപകടവും സ്നേഹിച്ചാലുള്ള പ്രതിഫലവും നമ്മൾ മനസ്സിലാക്കി. ഇതെല്ലാം കൂടി ചേർത്തു വെക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. അവരോടുള്ള സ്നേഹമെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ചിലപ്പോൾ ഇരുണ്ടുപോരേക്കാവുന്ന ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന ഒരു ആത്മീയ വിളക്കുപോലെയാണ്. അതെ, ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് ബരക്കത്ത്, അതായത് ദൈവികമായ ഐശ്വര്യം കൊണ്ടുവരും. കാരണം അല്ലാഹു സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അവന്റെ അനുഗ്രഹങ്ങൾ സ്വാഭാവികമായും നമ്മളിലേക്കും ഒഴുകിയെത്തും. അതിലുപരി അവരുടെ ജീവിതം നമുക്കൊരു മാതൃകയാവും. നേരായ പാതയിൽ ഉറച്ചു നിൽക്കാൻ നമുക്കൊരു വലിയ പ്രചോദനവുമാവും. അവസാനിപ്പിക്കുന്നതിനു മുൻപ് നമുക്കോരോരുത്തർക്കും നമ്മളോട് തന്നെ ചോദിക്കാനൊരു ചോദ്യം. ഈ ലോകത്ത് എന്റെ ഹൃദയം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ്? ഏതെങ്കിലും താരങ്ങളെയോ കളിക്കാരെയോ അതോ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെയോ? കാരണം ആ സ്നേഹമാണ് ആത്യന്തികമായി പരലോകത്ത് ഞാൻ ആരുടെ കൂടെയായിരിക്കുമെന്ന് തീരുമാനിക്കാൻ പോകുന്നത്. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കാനും അവരുടെ കൂടെ പരലോകത്ത് ഒരുമിച്ചുകൂടാനും അവൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും.